കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ത്രുട്ടിവെച്ച ആലോചന പറഞ്ഞു വരുന്നത് വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ശബ്ദം കേൾപ്പിച്ച് നമ്മെ നടത്തുന്നത്. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, എല്ലാ കാലത്തും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ, ഹോവെങ്കിലെ സന്തോഷം ഇന്നു പകലിലും നമ്മുടെ ബലമാവണം. കാരണം കൂടെ ഇരിക്കാമെന്ന് ഒരുവൻ ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ, അവസാന ദിവസം വരെ. മറ്റാരേലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ എൻ്റെ വരെ നിന്നോട് കൂടെ ഇരിക്കും. അങ്ങനെ വാക്ക് പറഞ്ഞ പലരും മാറിപ്പോയില്ലേ, അകന്നുപോയില്ലേ? വിശ്വസിച്ച പലരും മറന്നുപോയില്ലേ? പക്ഷേ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരു കർത്താവ്, സ്തോത്രം. വാക്ക് മാറില്ല. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാണ് സഹോദരങ്ങളെ. ഏത് കാലഘട്ടത്തിലും ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിക്കുന്ന കർത്താവ് വിളിച്ചു പറയുന്നു, ഞാൻ മാറ്റമില്ലാത്ത ദൈവമാണ്. നമ്മൾ ജീവിത വഴിത്താരകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പകുതി വഴിക്ക് അസ്തമിക്കുമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ വന്നപ്പോഴും ഇറങ്ങി വന്നിട്ട് ഒരു ശബ്ദം കേൾപ്പിച്ചില്ലേ, വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ആ ഇമ്പസ്വരം നമ്മളെ കേൾപ്പിച്ച് നടത്തിയില്ലേ? അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇതിലെ പൊയ്ക്കൊള്ളുക, ഞാനാകുന്നു എന്ന് പറഞ്ഞു ആ ശബ്ദം കേൾപ്പിച്ചെങ്കിൽ ഒരിക്കലും ആ ശബ്ദം നമ്മളെ തളർത്തുന്നതല്ല. മനുഷ്യ വാക്കുകളൊക്കെ നമ്മളെ തളർത്തിയും ക്ഷീണിപ്പിച്ചും ധൈര്യം ചോർത്തിക്കളഞ്ഞുമൊക്കെ ആയിരുന്ന സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ വാക്ക് നമ്മളെ ശക്തീകരിച്ചില്ലേ? ഉണ്മയോടെ നിർത്തിയില്ലേ? ബലം പകർന്നില്ലേ? കരുത്തും കൃപയും ആ വാക്കുകൾ ഉണ്ടായിരുന്നില്ലേ? ആശ്വാസമറ്റവളെ, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്നും നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാമെന്നും അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വചനത്തിൻ്റെ ആഴങ്ങൾ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്ത ദൈവത്തെ ആരാധിക്കാം. എത്ര വലിയ വാഗ്ദത്തങ്ങളാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിയത്, അല്ലേ? എഴുന്നേൽക്കാൻ കഴിയാതിരുന്നപ്പോൾ ധൈര്യപ്പെട്ട് എഴുന്നേൽക്കുക, ഞാനാകുന്നു എന്ന് പറഞ്ഞ ശബ്ദം നമ്മളെ കേൾപ്പിച്ച നിമിഷങ്ങൾ മറന്നു പോകരുത്. ബലഹീനനായപ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ദൈവശബ്ദം ഭയമകത്ത് വന്നപ്പോൾ ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സകലവും കഴിയുമെന്ന് പറഞ്ഞ ദൈവശബ്ദം, ഞാൻ ഒറ്റയ്ക്കുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, തലമുറയായി ഞാൻ നിന്റെ സങ്കേതമാണ് എന്ന് പറഞ്ഞ ദൈവശബ്ദം. എനിക്ക് വേണ്ടി ആരെയും കരുതുമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ സകല ചിന്താകുലും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് പറഞ്ഞ ദൈവശബ്ദം. മറന്നുപോകല്ലേ സഹോദരങ്ങളെ, വചനത്തിലൂടെ നമ്മളെ ബലപ്പെടുത്തിയ സമയങ്ങൾ, ലപാത്തിൻ്റെ ആഴങ്ങൾ, നമ്മൾ സ്പർശിച്ച അവസരങ്ങളൊന്നും മറന്നു പോകാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ
ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ നമുക്കിടയാവണം. ധൈര്യത്തോടെ നമുക്ക് പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യാൻ ഇടയാവണം. യെശയ്യാപ്രവചനം 61:4. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേട് പോക്കുകയും ചെയ്യും. ഇവിടെ സിയോനിൽ ദുഃഖിതന്മാർ, വേദനിക്കുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, തകർന്നൊതരിപ്പണമായ അവസ്ഥകൾ, എല്ലാ മേഖലകളിലും ഒറ്റപ്പെട്ടവർ, ദുഃഖവും നെടുവീർപ്പും അവരെ വല്ലാതെ അലട്ടി. പക്ഷെ അതിനൊക്കെ ദൈവം ഒരു വ്യത്യാസം വരുത്തുകയാണ്. സ്തോത്രം. അങ്ങനെ എവിടെ ശൂന്യമാക്കപ്പെട്ടോ, എവിടെ മടങ്ങി വരവില്ലെന്ന് ചിന്തിച്ചോ, ഇങ്ങനെ അസ്തമിച്ചു പോകും, ഇതിൽ നിന്നൊരു മോചനമില്ലെന്ന് പറഞ്ഞോ, അവിടെ തന്നെ ദൈവം നിങ്ങളെ ആനന്ദിപ്പിക്കും, ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കും. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഒതുങ്ങിപ്പോ എന്ന് പറഞ്ഞില്ലേ, ഇനി ഒരു വിടുതൽ കാണാൻ സാധ്യതയില്ലെന്ന് സഹോദരങ്ങളെ ചിന്തിച്ചില്ലേ? പ്രൈസ് ടു ജീസസ്. എല്ലാം എംപ്റ്റി ആയില്ലേ? അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ കഴിയാതെ ഭയമകത്ത് വ്യാപരിക്കുന്നില്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ദുഃഖം മാറും, വിലാപം മാറും, വിഷണ്ണ മനസ്സു മാറും, ആനന്ദവും സന്തോഷവും നിങ്ങൾക്കുണ്ടാകും. കലങ്ങിപ്പോയ ശൂഷൻ പട്ടണത്തെ തൻ്റെ ജനം പ്രാർത്ഥിച്ചപ്പോൾ, ഉപവസിച്ചപ്പോൾ ആർത്ത് സന്തോഷിപ്പിച്ച കർത്താവിൻ്റെ മഹത്വം ഇന്ന് പകൽ ചില കുടുംബങ്ങളെ ടച്ച് ചെയ്യുകയാണ്. നാളുകൾ കലങ്ങിപ്പോയി, കുലുങ്ങിപ്പോയി, തളർന്നുപോയി, തലകുനിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചിലരോട് ആർത്ത് സന്തോഷിപ്പിക്കാൻ, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നിങ്ങളുടെ കൂടാരങ്ങൾ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് സന്ദേശം ഏറ്റെടുക്കണം. എന്നിട്ട് അവരോടുള്ള ദൂതാണ്, അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. കേട്ടോ, നാളുകളായി ശൂന്യമാക്കപ്പെട്ട, തകർത്ത് കളഞ്ഞ, ഇല്ലാതാക്കിയ, അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ, നിന്റെ സന്തോഷം എടുത്തു കളഞ്ഞ ചില വർഷങ്ങളില്ലേ, പക്ഷെ അതിനെ പണിയാൻ ആത്മാവിൽ ചിലർ എഴുന്നേൽപ്പിക്കാൻ പോകുക. നിയോഗമുള്ള ചിലർ എഴുന്നേൽക്കാൻ പോകുക. ഒരു എസ്രയെ എഴുന്നേൽപ്പിച്ചതുപോലെ, ഒരു നെഹമ്യാവിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, ഒരു സെരുബാബേലിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, ഒരു മൊർദെഖായി എഴുന്നേൽപ്പിച്ചതുപോലെ ജനത്തിനു വേണ്ടി ആത്മശക്തിയോടെ ചില ശൂന്യമാക്കപ്പെട്ട അനുഭവങ്ങൾ, ശൂന്യമാക്കപ്പെട്ട പ്രാർത്ഥന, ആരാധന, നഷ്ടപ്പെട്ട അഭിഷേകം, കൃപാവരങ്ങൾ, വെളിപ്പാടുകൾ, ആത്മാവിൻ്റെ നിയോഗം, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ വീണ്ടും നിങ്ങൾക്ക് നൽകി തന്ന ഏതൊക്കെ വിഷയത്തിൽ ശൂന്യമാക്കപ്പെട്ടോ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ശൂന്യങ്ങളെ പണിയാൻ ചിലരെ ഉപയോഗിക്കാൻ പോകുക. അതുകൊണ്ട് ധൈര്യത്തോട് പറ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യങ്ങളെ സാധിപ്പിക്കും. അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് പറഞ്ഞതുപോലെ, ശൂന്യമാക്കപ്പെട്ട, ഇടുക്കികളെപ്പെട്ട, തകർക്കപ്പെട്ട, നീ ഒരു കല്ല് വെക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിടത്ത് നിങ്ങളെ കൊണ്ട് തന്നെ ചില പണിയിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനും പ്രസാദമുണ്ട്. പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുക. കേട്ടോ, ആരും അവിടേക്ക് വരാതെ വേണം. നിർജ്ജനമായത്, ദോഷവിഷയമായത്, ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത്, പരാജയ നാളുകളെ അനുഭവിക്കുന്ന ഇടം, അവിടൊക്കെ നിങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഇറക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ആരാധിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. കേട്ടോ, അവിടെ പറയുന്ന പൂർവന്മാരുടെ എന്നുവെച്ചാൽ പാരമ്പര്യമായി പിന്തുടർന്ന് നിങ്ങളെ ശൂന്യമാക്കുന്ന ചിലതിനെ നിങ്ങൾ ആത്മാവിൽ നന്നാക്കിയെടുക്കാൻ പോകുക. അതിൻ്റെ അറ്റകുറ്റങ്ങൾ തീർക്കാൻ പോകുക, ഇടിവുകൾ നന്നാക്കാൻ പോകുക. പരിശുദ്ധാത്മാവിൽ ശക്തരായി ചിലരെ എഴുന്നേൽപ്പിക്കുന്നു. തലമുറയായി നിർജ്ജനമായിരുന്ന
കേട്ടോ. ഒന്ന് മാറി, അടുത്തത് ശരിയാകുമെന്ന് ചിന്തിച്ചു. അതും വന്നപ്പോൾ അതിനേക്കാൾ പ്രശ്നം. അടുത്തത് ശരിയാകുമെന്ന് പ്രതീക്ഷയുടെ കാലെടുത്തു. എന്ത് സ്റ്റെപ്പ് എടുത്താലും ശൂന്യമായി. നാളുകളായി നിങ്ങളെ പിന്തുടരുന്ന ചില ശക്തിയുടെ മേൽ, ചില പാരമ്പര്യങ്ങളുടെ മേൽ ദൈവ മഹത്വം ഇറങ്ങുക. ഹല്ലേലൂയ. അതിൻ്റെ കേട് പോക്കാൻ പരിശുദ്ധാത്മാവ് ചിലതിനെ ഉപയോഗിക്കാൻ പോകുക. കേടുവരുത്തിയെടുത്ത് കേട് പോക്കാൻ, പെർഫെക്റ്റാക്കാൻ, ആത്മാവിൽ ശക്തരാക്കാൻ, ഇടിവുകളെ നന്നാക്കാൻ, ഫിനിഷിംഗ് പോയിന്റിലെത്തിക്കാൻ, കൃപ നാർപ്പോടെ ആളിക്കല്ല് കയറ്റാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഉപയോഗിക്കാൻ പോകുക. സഹോദരങ്ങളെ, പലയിടത്തും നീ പരാജയപ്പെട്ടു, പല സ്റ്റെപ്പുകളിലും പരാജയപ്പെട്ടു. ഇനിയും അതില്ല കേട്ടോ. വിധി എന്ന് ആരും പറയരുത്, എൻ്റെ തലയിലെഴുത്തെന്ന് പറയരുത്. ഇല്ല, ദൈവത്തിന് നിങ്ങളെ അവിടെ തന്നെ ഉപയോഗിക്കാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീ പരാജയപ്പെട്ട ഇടത്ത് പാരമ്പര്യങ്ങളായി കയറി വരുന്ന ചില ശക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ ഏത് സ്റ്റെപ്പ് എടുത്താലും പരാജയമാണ്, ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ചിലരോട്, ചില തലമുറകളോട് പറയില്ല, നീ പരാജയമല്ല കുഞ്ഞെ, ദൈവത്തിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നിൻ്റെ പേരുള്ള വാക്തത്വം നീ ഒന്ന് ചിന്തിക്കൂ. വാക്ക് പറഞ്ഞത് വചനത്തിലൂടെയല്ലേ, ദൈവത്തിൻ്റെ ശബ്ദമല്ലേ നീ കേട്ടത്? പിന്നെ നിങ്ങളെന്തിനു ഒതുങ്ങുന്നു? നിങ്ങളെ കൊണ്ട് ചിലത് കെട്ടിപ്പോക്കാൻ, പുറത്തു കൊണ്ടുവരാൻ, ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു വരാൻ പറയാൻ, ശൂന്യമാക്കപ്പെട്ടിടത്ത് അതിനെ പണിയാൻ, ചില കേടുകൾ തീർക്കാൻ, ചിലരെ ആത്മാവിൽ ശക്തരാക്കാൻ ദൈവത്തിന് ഇന്ന് പകലിലും പദ്ധതിയുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ. ആ നിരാശയൊന്ന് മാറ്റിവെക്കൂ. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾ അവൈലബിളാകും. ആ ഭയഭാഗത്തുനിന്ന് മാറട്ടെ. എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല, എന്നെക്കൊണ്ട് ഒന്നിനും ഇനി കൊള്ളില്ല, ഞാനൊരു വട്ടപ്പോയി. അല്ല, നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ ഇപ്പോഴും പ്രസാദമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. കർത്താവ്, തലമുറയായി ശൂന്യമാക്കപ്പെട്ട, നിർജ്ജനമായി പോയ, കേടുപറ്റിയ, നന്നാക്കാൻ പറ്റാത്തിടത്ത് ദൈവം ഞങ്ങളെ ഉപയോഗിച്ച് ശക്തിയോടെ കൊണ്ടുവന്ന് ചില പൂർത്തീകരണം ഇന്ന് പകൽ വെളിപ്പെടും. തലമുറയുടെ വിഷയത്തിന്മേൽ, കുടുംബജീവിതത്തിന്മേൽ, മിനിസ്ട്രിയുടെ മേൽ ഒക്കെ ദൈവം ചില പൂർത്തീകരണങ്ങൾ, ദൈവം ചില പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ അയക്കുന്നതിന് സ്തോത്രം. ചില വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, വില വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവിടെ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവം, നമ്മുടെ ദൈവം സൗഖ്യത്തിൻ്റെ ദൈവം. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു മാത്യു.